ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ പുറകിലത്തെ റബ്ബറെല്ലാം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാനങ്ങനെ നിങ്ങളുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനും റിക്കൂട്ടനും നിമിഷേച്ചും കൂടിയിട്ട് ഇപ്പോൾ പോകാൻ പോകുന്നത് അംഗനവാടിയിലേക്കാണ്. ഇവിടുത്തെ അംഗനവാടീൻ്റെ ഉദ്ഘാടനമാണ്. അപ്പം റിക്കൂട്ടൻ പാട്ടെല്ലാം കേട്ടിട്ട് പോകുന്ന വഴിക്ക് ഡാൻസെല്ലാം കളിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പം നമ്മളവിടെ അംഗനവാടിയിൽ എത്തുന്നവരെ ആരും അങ്ങനെ എത്തിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഉദ്ഘാടനം തുടങ്ങാനൊന്നും ആയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. MLA ആയിരുന്നു ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ അവരെത്താത്തതുകൊണ്ട് നമ്മൾ പിന്നെ ശരത്തേട്ടൻ്റെ വീട്ടിൽ പോയി. ഇതിൻ്റെ നേരെ താഴെ തന്നെയായിരുന്നു ശരത്തേട്ടൻ്റെ വീട്. അങ്ങനെ അവിടുന്ന് പിന്നെ തിരിച്ച് വന്നപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ് പോയിട്ടുണ്ടായില്ല കേട്ടോ. പിന്നെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ വീഡിയോ എല്ലാം എടുക്കുകയെന്ന്. അപ്പം റിക്കോർഡിൻ്റെ ഒന്നിച്ചിരിക്കുന്നത് നിന്നാണ്ട് ഒരു ബെസ്റ്റ് ചങ്ങായിൻ്റെ സജീർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരെ മോളാണേ. അപ്പോൾ റിക്കു ഫോട്ടോയും ക്യാമറയിൽ ഇപ്പം കാണുന്ന സമയത്ത് ഓൻ നാണം വരുമ്പോൾ ഒന്നിക്ക വായിക്കയിടും അല്ലെങ്കിൽ മൂക്കൊക്കെ ഇടും. അങ്ങനെ ഓൻ ചെയ്യുന്നത് കണ്ടിട്ട് ആ മോളും അതുപോലെ തന്നെ ചെയ്ത് കേട്ടോ. അപ്പോൾ ഓരോ വൈഫാണ് അത്. അങ്ങനെ പിന്നെ രണ്ടാളും കുറച്ച് സമയം അവിടെ ഇരിക്കുകയെല്ലാം ചെയ്ത്. പിന്നെ റിക്കൂട്ടൻ ഫുൾ ഓൺ മൂഡായിരുന്നു. എന്താ പറയണ്ട, എല്ലാവരും വെച്ചും നല്ല മിങ്കിൾ ചെയ്ത് കളിക്കുകയെല്ലാം ചെയ്തിന് കേട്ടോ. പിന്നെ നമ്മൾ ഇഷാനുണ്ട് അതിലേക്കൂടെ നടക്കുന്നത്. ഓനെ പിന്നെ സ്കൂളിൽ നിന്ന് ശരത്തേട്ടൻ കൂട്ടിയിട്ട് വന്നതാണ്. അപ്പം അംഗനവാടിയെല്ലാം നല്ല അടിപൊളി അംഗനവാടിയാണ്. എന്തായാലും ഇതിൽ ചുമരിലെല്ലാം ഫുള്ള് ചിത്രം വരച്ച ആരാന്നറിയില്ല കേട്ടോ. പക്ഷേങ്കിൽ അടിപൊളിയാണ് സംഭവം. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എന്താ റിക്കോർഡിനും ഭയങ്കര ഇഷ്ടമായിന്. ഓരോ മൃഗങ്ങളെയും ഇതെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ക്യാമറ ഓണാക്കിയ സെൽഫി ക്യാമറ എടുത്തപ്പോൾ തന്നെ എന്തോ നല്ല സ്റ്റൈലുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ അതായത് ഈ സൺലൈറ്റിൻ്റെ ആ ഒരു ഇതിൽ വരുമ്പം കുറച്ച് ഭംഗി തോന്നുമല്ലോ അങ്ങനെ. അപ്പം അംഗനവാടി ഉദ്ഘാടനം ചെയ്തത് നമ്മളെ ഇരിക്കൂറിൻ്റെ MLA സജീവ് ജോസഫ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ പിന്നെ പ്രസംഗങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേങ്കിൽ റിക്കു അങ്ങോട്ടേക്ക് പോകാൻ വിടുന്നേ ഉണ്ടായിട്ടില്ല. ഓൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കളിക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് അങ്ങോട്ടേക്ക് പ്രസംഗമെല്ലാം അപ്പുറത്ത് നടക്കുന്നുണ്ട്. കുറേ പേരുണ്ടായിരുന്നു. അങ്ങോട്ടേക്കൊന്നും പിന്നെ പോയിട്ടില്ല. പിന്നെ അവന് സൈക്കിള് കിട്ടിയാൽ പിന്നെ പറയണ്ടല്ലോ റിക്കൂട്ടൻ്റെ കാര്യം. വേറെ ഒരാൾക്കും കൊടുക്കുന്നുമില്ല. ഈ അംഗനവാടിയിൽ നിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങുന്നില്ല. അങ്ങനത്തെ അവസ്ഥയായിരുന്നു. അപ്പോൾ അതിൽ മുന്നേ നമ്മൾ പായസമെല്ലാം കുടിച്ചിട്ടുണ്ടായിനെ. അതൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോഴേക്ക് നിമിഷേച്ച് എന്തോ ആവശ്യത്തിന് പിന്നെ ശരത്തിൻ്റെ അവിടെ പോവുകയും വരും അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ റിക്കൂട്ടൻ അവിടെ നമ്മളൊരു മതിലിൻ്റെ മുകളിൽ ഇരുന്നിട്ടേനും പായസം കുടിക്കലും ചെയ്തു. അപ്പം പിന്നെ ഒരു വീഡിയോ എടുക്കാനൊരു സുഖം ഉണ്ടായിട്ടില്ല. അങ്ങനെ പിന്നെ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ റിക്കൂട്ടൻ എന്താ പറയുക, നമ്മൾ തിരിച്ച് വീട്ടിലെത്തുന്നവരേന്ന് പറഞ്ഞ പോലെ ഫുള്ള് അവിടുന്ന് സൈക്കിൾ ഓടിച്ച് കളിക്കായിരുന്നു. അവൻ്റെ പിന്നാലെ നിൽക്കലായിരുന്നു എൻ്റെയും പണി. അപ്പോൾ അവിടുന്ന് കാണുന്ന ഒരു വ്യൂ ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. പിന്നെ ഇതാ കുഞ്ഞുമക്കളെ ഡാൻസെല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ മക്കളെ പരിപാടികളെല്ലാം കാണാൻ വേണ്ടിയിട്ട്. പണ്ടത്തെ പോലെയല്ല, ഇപ്പോഴത്തെ നമ്മളെ കുട്ടികളെന്ന് പറഞ്ഞാൽ ഭയങ്കര എനർജറ്റിക്കും നല്ല പോലെ ഡാൻസെല്ലാം കളിക്കുന്നതുമാണ്. അപ്പോൾ നല്ല ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റിക്കൂട്ടൻ അങ്ങനെ സൈക്കിൾ ഉന്തിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓൻ സൈക്കിൾ ഇരുന്നിട്ട് ഇങ്ങനെ കുറച്ച് സമയം കണ്ട് പിന്നെ അവനൊരു കയറ്റം ഇറക്കാണ്. അപ്പം ഇറക്കത്തിൽ ഓന് പിന്നെ തിരിച്ച് അങ്ങോട്ടേക്ക് ഓടിക്കണം, പിന്നെയും കയറണം. അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് ബാക്കി പരിപാടി ഒന്നും കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. നല്ല കുഞ്ഞു കുട്ടികളൊപ്പനയും അങ്ങനെ സിംഗിൾ ഡാൻസ് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ശരത്തേട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ശരത്തേട്ടൻ്റെ അമ്മയുണ്ട്. അമ്മയാണ് മുന്നിൽ പോകുന്നത്. റിക്കുവും മിഷുവും ഞാനും നിമിഷേച്ചും കൂട്ടിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നതാണ്. അപ്പം റിക്കോർഡിന് ഇവിടെ ശരത്തേട്ടൻ്റെ വീട്ടിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം കുറേ വണ്ടിയെല്ലാം ഉണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. ഇവൻ ഞാൻ തലശ്ശേരിയുള്ള സമയത്തായാലും അവൻ പറയും ഞങ്ങൾക്ക് ശോഭമ്മേൻ്റെ വീട്ടിൽ പോകണമെന്ന്. അങ്ങനെ അവിടെ എത്തി. അവിടുന്ന് ശോഭിച്ച് ചായ എല്ലാം വെക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാനങ്ങനെ ചായ കുടിക്കലൊന്നുമില്ല. അതുകൊണ്ട് വേണ്ടാന്ന് തന്നെ വെള്ളം ബിസ്ക്കറ്റ് അങ്ങനെ എന്തെല്ലോ കഴിക്കുകയെല്ലാം ചെയ്ത്. പിന്നെ രണ്ടാളും കൂടിയിട്ട് ഇവിടുന്ന് വണ്ടി ഓടിച്ച് കളിക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പം കാണിച്ച ഒരു ഫ്രൂട്ടിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്തോ കേട്ടോ. സ്റ്റാർ ഫ്രൂട്ടാണോ എന്താണെന്ന് വെച്ചാൽ ഞാൻ പിന്നെ ഗൂഗിൾ ചെയ്തിട്ടൊന്നും നോക്കിയിട്ടില്ല. ഇങ്ങനെ മുറിച്ച് നോക്കുന്ന സമയത്ത് ഇങ്ങനെ നല്ല സ്റ്റാർ ഷേപ്പിലാണ് കണ്ടത് കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല. എന്തോ ഒരു ചുവ പോലെ തോന്നിയിന്. അങ്ങനെ പിന്നെ ഇവർ രണ്ടാളും കൂടിയിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഇപ്പം നിമിഷേച്ചി ദോശ ചൂടാ അങ്ങനെ ഇങ്ങനെ മറ്റേ അടുക്കളയിൽ നിന്നല്ലോ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇവർക്ക് കോഴി ഫാം ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കോഴീനെ നോക്കാൻ പോയപ്പോൾ കുറേ കുഞ്ഞു കുഞ്ഞു കോഴിക്കുട്ടികളുണ്ടായിനെ. അപ്പോൾ റിക്കുവിന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ കോഴിക്കുഞ്ഞുങ്ങളെ. പിന്നെ നമ്മൾ ചേട്ടൻ ഉള്ളിൽ ഇനിയും ഉണ്ട് എന്നിട്ട് നമ്മൾ പിന്നെ ഉള്ളിലേക്ക് കയറി. അങ്ങനെ ഉള്ളിൽ പോയി നോക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു കോഴികൾ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. വലിയ കോഴീൻ്റെ കൊത്ത് കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇത് ഇഷുവിൻ്റെ ചങ്ങായിയാണ് അമ്നു എന്ന് പറഞ്ഞിട്ട്.
ശരത്തൻ്റെ വീടിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് വീട്. അങ്ങനെ റിക്കുട്ടൻ അവരൊന്നിച്ചിട്ട് ഇങ്ങനെ കളിക്കുവാണ്. പിന്നെ ജെല്ലിപ്പൊടി ആയതുകൊണ്ട് ഇങ്ങനെ അധികം കളിക്കണ്ടെന്ന് പറഞ്ഞാൽ എന്നാലും അവരടുത്ത് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ചിക്കനെല്ലാം എടുത്ത് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോവാണ്. അങ്ങനെ തിരിച്ചിതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. രണ്ടാളും വെള്ളമെല്ലാം കുടിച്ച് ഡ്രസ്സെല്ലാം മാറ്റി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് നമുക്ക് ഈ ഇത് കൊണ്ടുവന്ന് നെയ്പ്പത്തൽ കൊണ്ടുവന്നതിനും അത് കൊടുത്ത് റിക്കുട്ടൻ തിന്ന് പകുതി എനിക്ക് തന്ന്. പിന്നെ നമുക്ക് അച്ഛൻ്റെ കുറച്ച് കൃഷി കണ്ടു നോക്കാം കേട്ടോ. കുറേ ആയില്ലേ അച്ഛൻ്റെ കൃഷിയെല്ലാം കാണാത്ത. മ്യൂസിക് മാത്രം കേട്ടോണ്ടിട്ട് ബോറടിക്കുന്നുണ്ടാവും. ഇല്ല എല്ലാവർക്കും പച്ചക്കറിയെല്ലാം കാണാൻ നല്ല ഇഷ്ടമായിരിക്കുമല്ലേ, പച്ചപ്പ് കാണാനും. അപ്പോൾ ഇത് കുറേ വീഡിയോ എല്ലാം എന്ന് പറഞ്ഞാൽ എനിക്ക് ശരത്തേട്ടൻ മുന്നേ പുതിയ ഫോണിലെടുത്തപ്പോൾ അതിന് ശേഷം എനിക്ക് അയച്ചു തന്നതാണ്. അപ്പം ഞാൻ അതും പിന്നെ അന്ന് ഞാൻ എടുത്ത വീഡിയോ കൂടിയിട്ട് ഇതിൽ ഇൻക്ലൂഡഡ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഈ സംഭവം എന്ന് പറയുന്നത് നമ്മളെ പോത്തിനുള്ള കുളമാണ്. അപ്പം അത് വെറുതെ ഇതിലൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ വെള്ളം നമ്മൾ ചെടിക്കെല്ലാം ഉപയോഗിക്കലുണ്ട് കേട്ടോ.
പിന്നെ അങ്ങനെ ഒരുപാട് പച്ചക്കറികൾ ഇങ്ങനെ ആയി വരുന്നുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ഒരു കെണിയാണ് കേട്ടോ. ഇങ്ങനെ ഇതുപോലത്തെ പാറ്റകളെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ഉണ്ടാക്കി വെച്ചൊരു കെണിയാണ്. ഇപ്പോൾ ഈ കാണുന്ന ചക്കയില്ല, ആദ്യമായിട്ട് പ്ലാവിലുണ്ടായതാണ് കേട്ടോ. അപ്പം ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ വന്നപ്പോൾ നമ്മളിത് പറിച്ച് കഴിച്ച് നല്ല അടിപൊളി വരിക്കച്ചക്കയായിരുന്നു കേട്ടോ. നല്ല മധുരമുള്ള ചക്കയാണേ.
അങ്ങനെ പിന്നെ പച്ചക്കറി നനക്കല ശേഷം നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റിൽ അതൊക്കെ കഴിച്ച് നമ്മൾ തന്നെ സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.